ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമത്തു സഹറാ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ഒരു അനുഭവം സുനൻ അബീ ദാവൂദിൽ മഹാനായ അലി ഇബ്നു അബ്ദ് റളിയല്ലാഹു അൻഹുവിനോട് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ സംസാരിക്കുക. രണ്ടും അലിമാരാണ്. അലി റളിയല്ലാഹു അൻഹു നമ്മൾ പറയുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് എന്നവരാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അലി ഇബ്നു അബ്ദ് എന്ന് പറയുന്ന മഹാനുമായി താബിഈയായ മഹാനുമായി പറയാണ്, അലാ ഉഹദ്ദിസുക അന്നി വഅൻ ഫാത്തിമ, എന്റെയും എന്റെ ഭാര്യയായ അഹ്ലു ബൈത്തിൽപ്പെട്ട ഫാത്തിമ ബീവിയുടെയും കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് അലി തങ്ങൾ അലി ഇബ്നു അബ്ദ് എന്നവരോട് പറയുന്നതാണ് സുനൻ അബൂദാവൂദിൽ മഹാനായ അബൂദാവൂദ് എന്നവർ ഉദ്ധരിക്കുന്നത്. അലാ ഉഹദ്ദിസുക അന്നി വഅൻ ഫാത്തിമ, എന്റെയും ഫാത്തിമയുടെയും കഥ ഞാൻ പറഞ്ഞു തരട്ടെയോ? ഖാല ബലാ, പറഞ്ഞു തരൂ അലിയാരെ, ഒരുപാട് അറിവുകൾ ഇതിലൂടെ ലഭിക്കുമല്ലോ. ഇന്നഹാ കാനത് ബിൻത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ എന്ന എന്റെ ഭാര്യ ആരാണെന്നറിയില്ലേ? അത് അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട മോളാണ്. ഇന്നഹാ കാനത് ബിൻത റസൂലില്ലാഹ്, ലോകത്തിനൊരു രാജകുമാരനുണ്ടെങ്കിൽ, ലോകത്തിനൊരു പ്രഭുവുണ്ടെങ്കിൽ, ലോകത്തിന് കാരണക്കാരായ ഒരു സബബുണ്ടെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅഹബ്ബു അഹ്ലിഹി ഇലൈഹി, ഹബീബിന്റെ മക്കളിൽ ഹബീബിന്റെ വീട്ടുകാരിൽ ആരെക്കാളും പുണ്യ നബിക്ക് ഇഷ്ടമായത് ഈ ഫാത്തിമ ബീവിയായിരുന്നു. അവരാണ് വകാനത്ത് ഇൻദി, അവർ എന്റെ കൂടെയാണ് ജീവിച്ചത്, എന്റെ ഭാര്യയായിരുന്നു എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബ്ദ് എന്നവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഫജറത് ബിർറഹാ ഹത്താ അഥറത് ഫീ യദിഹാ, മാവ് കുഴക്കാൻ വേണ്ടി, അരി അരക്കാൻ വേണ്ടി മഹദി റളിയല്ലാഹു അൻഹ ആസുകല്ല് കൈകൊണ്ട് ഉരച്ചതിന്റെ പേരിൽ ഹബീബിന്റെ പൊന്നുമോളുടെ കൈയിന് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നിനക്കറിയുമായിരുന്നോ? ഹത്താ അഥറത് ഫീ യദിഹാ, ആസിബി മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈകളിൽ മുറിവുകൾ ഉണ്ടായിരുന്നു, കല്ലുകൊണ്ട് ഇങ്ങനെ അരയ്ക്കാൻ ഉപയോഗിച്ചതിന്റെ പേരിൽ. അമ്മിയും കല്ലൊക്കെ ഇന്ന് ഒരു മ്യൂസിയത്തിലൊക്കെ വെക്കുന്ന പോലെ വീടുകളിൽ സൂക്ഷിക്കാന്നല്ലാണ്ട് ഉപയോഗിക്കുന്നില്ലല്ലോ. ഗ്രൈൻഡറുകളും മിക്സിയൊക്കെ ആയിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്ത് അല്ലാണ്ടെന്ന് പറയാൻ. പഴയ പോലെ ഇപ്പൊ ഗ്യാസ് ഒന്നും ഇല്ലാതിരുന്നൊരവസ്ഥയിലാണ് നമ്മൾ ഇപ്പോഴും വീട്ടിലൊക്കെ പാകം ചെയ്യുന്നതെങ്കിൽ ഒരു നല്ല ചൂടുള്ള ചായയൊക്കെ പെട്ടെന്ന് കിട്ടുമോ? ഇത് കത്തിപിടിപ്പിച്ചുണ്ടാക്കണ്ടേ? എത്ര പെട്ടെന്നാണ് ഈ കാലൊക്കെ മാറിയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ വിറകും ഓലക്കൊടിയും വെച്ചിട്ട് ഊതി ഊതി ഊതി, മഴക്കാലാണെങ്കിൽ കത്തൂല്ല, പുകച്ചിലും, ഭക്ഷണത്തിനാണെങ്കിൽ പുകവാളിയ ചുവയും. ഇതൊക്കെ കഴിഞ്ഞ് സുബഹിക്കാണെങ്കിലും നോമ്പ് അത്താഴത്തിന്റെ നേരത്തൊക്കെ ഉണ്ട് വീട്ടുകാർക്ക് ഈ വിറക് കത്തിച്ച് ചൂടാക്കുന്ന നേരത്തൊരു കഷ്ടപ്പാട്. ഭക്ഷണം ആയോ എന്ന് ചോദിച്ചൊരു വരവ് വന്നാൽ മതി വാപ്പാക്കും കുട്ടികൾക്കൊക്കെ. പക്ഷേ പാകം ചെയ്യുന്ന ഭാര്യയും അല്ലെങ്കിൽ ഉമ്മയും അവരനുഭവിക്കുന്ന വിഷമം എത്രയാണ്. അല്ലാഹു അതിനൊക്കെ നീ കൂലി കൊടുക്കണമേ തമ്പുരാനെ. അപ്പൊ അതൊന്നുമില്ല. അൽഹംദുലില്ലാഹ്, റാഹത്താണല്ലേ അല്ലേ? അൽഹംദുലില്ലാഹ്, അല്ലാഹുക്ക് ശുക്ർ. എത്ര അൽഹംദുലില്ലാഹ് പറയണതിനൊക്കെ. പണ്ടൊക്കെ ഗ്രൈൻഡർ മിക്സി ഉണ്ടെങ്കിൽ തന്നെ അമ്മായിയും എടുത്തു വെക്കും അല്ലേ? ഈ കല്ലുമ പോയി വരച്ചാൽ മതി, ഞാനൊന്നും ആയിട്ടില്ല, വമ്പത്തി ആയിട്ടില്ല, ഞാനൊക്കെ എങ്ങനെയാ ജീവിച്ചത് എന്ന് പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ അമ്മായിയും എന്നെ എടുത്തോ എന്ന് പറയേണ്ട അവസ്ഥയാണ്. അപ്പോ ഇതൊക്കെ വലിയ നിഅമത്താണ്, അല്ലാഹു ചെയ്ത വലിയ അനുഗ്രഹങ്ങളാണ്. നമ്മുടെ ജീവിതം അല്ലാഹു എളുപ്പമാക്കി തന്നു. എന്തിനെന്നറിയോ? ആ സമയം നമുക്ക് ഇബാദത്തിന് ചെലവഴിക്കാൻ, നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റണം. ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ വീണ്ടും തിന്മയിലേക്ക് പോവുകയാണെങ്കിൽ എന്താ കാര്യം? ഫാത്തിമ റളിയല്ലാഹു അൻഹ ഗ്രൈൻഡർ, അന്നത്തെ ഗ്രൈൻഡറിനാണ് ഈ ആസുകല്ല് എന്ന് പറയാ. നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞിരുന്നോന്നറിയില്ല, സാമ്പാർ എങ്ങനെ അർത്ഥം പറഞ്ഞു തന്നത്. റഹ, ആസുകല്ല് എന്നാ പറയാ. ഗ്രൈൻഡർ, ഇങ്ങനെ അരക്കുന്ന കല്ല്. കയ്യിൽ മുറിവ് വന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക്. വഹമലത്തിൽ ഖിർബ ഹത്താ അഥറത് ഫീ നഹരിഹാ, വെള്ളം ചുമന്ന് കൊണ്ടുവന്നതിന്റെ പേരിൽ ഫാത്തിമ ബീവിയുടെ കഴുത്തിൽ അടയാളമുണ്ട്, തഴമ്പുണ്ടായിരുന്നു.
മുമ്പ് വിറക് ചുമന്ന് വന്നിരുന്ന കാലം ഉണ്ടായിരുന്നു. വിറകിന്റെ കാലത്ത് കാട്ടിൽ പോയി വിറകേറ്റി വരിക. വെള്ളം അടുത്തൊന്നും കിണറുണ്ടാവില്ല. അങ്ങനെ ദൂരങ്ങളിൽ കുടവുമായി, ഇപ്പൊ കുടമൊക്കെ കാണാൻ കിട്ടുന്നുണ്ടോ അല്ലെ? ഒരു കഴുത്തൊക്കെ ഉള്ള ഒരു കുടം വളരെ അപൂർവമാണ്. അന്നിപ്പോ കടകൾ വിൽക്കുന്നുണ്ടോന്ന് പോലും അറിയില്ല. ചില ടോയ് ആയിട്ട് വല്ല ഫാൻസിക്കായിട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കാം. എത്ര ദൂരങ്ങളിൽ നിന്ന് വെള്ളം നിറച്ച് തലയിലും തോളിലും വെച്ച് കൊണ്ടുവന്നിരുന്ന കാലം ആലോചിച്ച് നോക്കി. അല്ലാഹ്, ഫാത്തിമ ബീവി ഇത് ചെയ്തു. ആര്? ഹബീബിന്റെ മോള് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ അഥറത് ഫീ നഹരിഹാ, അവളുടെ കഴുത്തിലും തോളിലും ആ വെള്ളം ചുമന്ന് കൊണ്ടുവന്നതിന്റെ അടയാളമുണ്ടായിരുന്നു. വകനസത്തിൽ ബൈത്ത്, എന്റെ ഭാര്യയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പുര അടിച്ചുവാരുമായിരുന്നു, വീട് അടിച്ചുവാരുമായിരുന്നു. ഹത്തഗ്ബറത് സിയാബുഹാ, അവളുടെ വസ്ത്രങ്ങൾ പൊടിപിടിച്ചിരുന്നു. റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവി ഉപയോഗിച്ച ഒരു ഫുൾ ഡ്രസ്, ഒരു കുപ്പായം തുർക്കി മ്യൂസിയത്തിൽ കണ്ടിട്ടുണ്ട്. ഇസ്തംബൂളിലെ ടോപ്പ് കാപ്പി മ്യൂസിയത്തിൽ ഫാത്തിമ ബീവി അണിഞ്ഞൊരു വസ്ത്രമുണ്ട്. വലിയ വിശാലമായ വസ്ത്രമാണ്. മഹദി റളിയല്ലാഹു അൻഹയുടെ വസ്ത്രം പൊടിപിടിച്ചു, അടിച്ചുവാരിയിട്ട്. കാരണം അന്ന് മണ്ണാണ് നിലത്ത്. വതബഖത് ബിൽ ഖിദിരി, പാത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം പാകം ചെയ്തവളാണ് ഹബീബിന്റെ മോള്. ഹത്താ ദഖനത് സിയാബുഹാ, അവരുടെ വസ്ത്രം തന്നെ നുരുമ്പിപ്പോയിട്ടുണ്ട്. തീയിന്റെ പാളികൾ വന്നിട്ട്, തീയിന്റെ പൊരികൾ തട്ടിയിട്ട്. ഫസമിഅനാ, അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ജാഅഹു റഖീഖുൻ ഔ ഖദം, പുണ്യനബിയുടെ അരികത്ത് അടിമകളോ വേലക്കാരോ വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞു. കൈകളിൽ മുറിവുകളാണ്. ഉമ്മമാരെ, വീട്ടിൽ നമ്മൾ എടുക്കുന്ന ജോലികൾ, എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജോലിക്കൊരു കുറവുമില്ലല്ലോ. ഒരു വീട്ടിൽ എത്രയെല്ലാം ജോലികളുണ്ട്, എത്രയെല്ലാം ടാസ്കുകൾ അവർ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും. ഈ ജോലികളെല്ലാം ചെയ്യുമ്പോഴേ ഞാൻ മാത്രം എന്താ ഇങ്ങനെ ഇവിടെ കഷ്ടപ്പെടുന്നത് എന്ന് തോന്നുമ്പോ ഒന്നോർക്കേണമേ, ഹബീബിന്റെ മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഇതുപോലെ ഇതിലും നമ്മൾ ചെയ്യുന്നതിലും കഠിനമായ ജോലി ചെയ്തു. ആ മോളാണ്, ഫാത്തിമ ബീവിയാണ്, സ്വർഗീയ പെണ്ണുങ്ങളുടെ നേതാവ് റളിയല്ലാഹു അൻഹാ, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. സ്വർഗത്തിലെ പെണ്ണുങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്നത് ഫാത്തിമ ബീവിയുടെ അരികത്തേക്കാണ് റളിയല്ലാഹു അൻഹാ. അവരാണ് അവരുടെ നേതാവ്. ആ നേതാവായ മഹദി കൈകളിൽ മുറിവുകളായിരുന്നു, വ്രണങ്ങളായിരുന്നു. ആസുകല്ല് കൈകൊണ്ട് അരച്ചതിന്റെ പേരിൽ കഴുത്തിൽ നിറയെ മുറിവുകളാണ്. തഴമ്പ് ബാധിച്ചിട്ടുണ്ട്, വെള്ളം ചുമന്നു കൊണ്ടുവന്നതിന്റെ പേരിൽ. വസ്ത്രം മുഴുവൻ പൊടിപിടിച്ചതാണ്, എപ്പോഴും അടിച്ചു വാരുന്നതിന്റെ പേരിൽ. മഹദിയുടെ വസ്ത്രങ്ങൾ ഓട്ടകൾ ഉണ്ടായിട്ടുണ്ട്. തീപ്പൊരി പാറിയതിന്റെ പേരിൽ ഭക്ഷണം പാകം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഭാരമേറി എന്ന് വിചാരിക്കല്ലേ. അതിലും ഭാരമേറിയൊരു കാലഘട്ടത്തിലാണ് ഹബീബിന്റെ മോള് പുതിയ പെണ്ണായി, പുതുനാരിയായി പുണ്യനബിയുടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോ ആ മോള് റളിയല്ലാഹു അൻഹാ ഈ കഷ്ടപ്പാടുകൾ ചെയ്തിട്ടുണ്ട് എന്നറിയുമ്പോ ഒരൽപ്പം സമാധാനം കിട്ടിയേക്കാം. ഇതൊക്കെ ഹബീബിന്റെ മോള് ചെയ്തതാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിന് അടിമകളോ വേലക്കാരോ അവിടെ വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ ഫദഹബത് ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഇലാ ബൈതി അബീഹാ, വാപ്പയുടെ വീട്ടിലേക്ക്, അതായത് ഹബീബിന്റെ വീട്ടിലേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹാ അങ്ങോട്ട് കടന്നു ചെന്നു. എന്തിന്? തുരീദു അൻ തസ്അലഹു ഖാദിമ, വീട്ടിൽ ഒരു വേലക്ക് സേവനം ചെയ്യാൻ ഒരു വേലക്കാരിയെ ലഭിക്കുമോ എന്ന് ചോദിക്കാനാണ് പോകുന്നത്. ഫലം തജിദു, നിബിതങ്ങളെ കാണാൻ പറ്റിയില്ല. അവിടെ ചെന്നപ്പോ ഔ വജദത് ഇൻദഹു ഹുദ്ദാഥൻ, അവിടെ കുറെ ആളുകൾ ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ആൾക്കാരുടെ ഇടയിലേക്ക് ചെന്ന് സംസാരിക്കാൻ ബീവിക്ക് മടിയായി. അവിടെ കുറെ ഹുദ്ദാഥൻ, ബീവി പറഞ്ഞതാ. അലി തങ്ങൾ പറയാ ഫവജദത് ഇൻദഹു ഹുദ്ദാഥൻ,
കുറെ കഥ പറഞ്ഞിട്ടും പോകാതിരിക്കുക. വീട്ടിലൊരു സന്ദർശനത്തിന് ചെന്നാലേ കുറെ നേരം നിൽക്കരുത്. ആ വീട്ടുകാർക്ക് വരെ ജോലി ഉണ്ടാവും, പല കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ടാവും. വീട്ടുകാര് എന്നാ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ പോകാൻ നേരമായോ എന്ന് അതിന്റെ മറ്റൊരു മാന അല്ലേ. എന്നിട്ടും പിന്നെ അടുത്ത ചായക്ക് കാത്തിരിക്കാന്ന് പറഞ്ഞാൽ വീട്ടുകാരെ ബുദ്ധിമുട്ടാക്കലാണ്. അങ്ങനെ ചെയ്യരുത്. ഔനാദുരീന ഇനാ, ഖുർആൻ തന്നെ പറഞ്ഞു, ഹബീബായ നബിയുടെ വീട്ടിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ കഴിച്ച ഉടനെ നിങ്ങൾ പുറത്തു പോകണം. നിങ്ങൾ അവിടെ ഇരുന്ന് സൊറ പറഞ്ഞിരിക്കരുത്. ഇന്നദാലിക്കും ലയുദിൻ നബി, പുണ്യ നബി തങ്ങൾക്കത് വിഷമാവും. തങ്ങൾ നിങ്ങളോട് എഴുന്നേറ്റ് പോകാനായില്ലേ എന്ന് തങ്ങൾക്ക് ചോദിക്കാൻ മടിയാൻ, തങ്ങളത് പറയൂല. അതുകൊണ്ട് അള്ളാഹു ഇടപെട്ടു, എന്റെ റസൂലത പറയൂല. നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഇങ്ങനെ നോക്കിയിരിക്കരുത്. എന്തിനാ പോയത്? ആ ഫംഗ്ഷൻ നമ്മളൊരു ഭക്ഷണം കഴിച്ചൊക്കെ പിരിയാൻ ചെന്നതാ, എന്നാ പിന്നെ വല്ലാണ്ട് വൈകാതെ നാം കാണട്ടോ, പിന്നെ വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരണം. അതാണ് അതിന്റെ മര്യാദ. ചിലർ വിചാരിക്കും ഞാൻ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് സമയമുണ്ടല്ലോ, പക്ഷെ ആ വീട്ടുകാർക്ക് സമയം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരാൾ വീട്ടിലുണ്ടായിരിക്കെ അവര് പോവാതെ എങ്ങനെ അവർക്ക് ഇങ്ങോട്ടെങ്കിലും നീങ്ങാൻ പറ്റുക? അതുകൊണ്ട് ഫാത്തിമ ബി പറയാ, അവിടെ ഹുദ്ദാഥൻ, ലക്കും ലഗാനില്ലാണ്ട് ഇങ്ങനെ നീട്ടിക്കഥ പറയുന്ന ആളുകൾ, അവരെയാണ് അങ്ങനെ പറയാ. അങ്ങനത്തെ കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ടാവും എല്ലാ നാട്ടിലും. ഇങ്ങനെ അവരുടെ കഥ തീരൂല, ഭയങ്കര രസമായിരിക്കും. കഥ പറഞ്ഞ് കേട്ടിരിക്കാൻ രസമായിരിക്കും. പക്ഷേ ചില വീടുകളുടെ സാഹചര്യങ്ങൾ അതിനനുകൂലമായിരിക്കണമെന്നില്ല. അപ്പോ ബീവി പറഞ്ഞു, ഞാനത് കണ്ടപ്പോ ഒന്നും പറയാതെ വാപ്പയെ കാണാതെ തിരിച്ചു പോന്നു. ആയിഷ ബീവിയെ കണ്ടു പറഞ്ഞു, ബീവി ഇവിടെ എന്തോ നിബിധങ്ങൾക്ക് ഹുനൈനിൽ നിന്ന് കുറെ അടിമകളൊക്കെ കിട്ടിയെന്ന് കേട്ടല്ലോ, എനിക്കൊരു അടിമപ്പെണ്ണിനെ കിട്ടുമോ? കാരണം കണ്ടില്ലേ എന്റെ കൈ, എന്റെ കഴുത്ത്, എന്റെ ദേഹം, എന്റെ വസ്ത്രം എന്ന് പറഞ്ഞിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫസ്തഹിയത് ഫറജഅത് ഇലാ ബൈതിഹാ, ഹബീബിന്റെ വീട്ടിൽ സൊറ പറഞ്ഞിരിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ബീവിക്ക് നാണം തോന്നി. പുണ്യ നബിയോട് വിഷയം പറയാതെ തിരിച്ചു പോന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫലമ്മാ അഖദാ ഹിയ വഅലിയുൻ മളാജിഅഹുമാ, അലിയാലും ഫാത്തിമ ബീവിയും അന്ന് രാത്രി കിടക്കാൻ വേണ്ടി വിരിപ്പിൽ കിടന്നപ്പോൾ തുറഖഹുമർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ റസൂൽ വാതിൽക്കൽ വന്നു മുട്ടി. ഫജാഅ, ഹബീബായ തങ്ങൾ കയറി വന്നു. ഹത്താ ജലസ ബൈനഹുമാ, രണ്ടുപേരുടെയും ഇടയിൽ നബി തങ്ങൾ ഇരുന്നു. ഒന്ന് മോളാണ്, മറ്റേത് മരുമോനാണ്. പുണ്യ നബി തങ്ങളുടെ മൂത്താപ്പയുടെ മകനാണ് അലിയാര് തങ്ങൾ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഹബീബായ തങ്ങൾ പുതിയാപ്പിളുടെയും മോളുടെയും ഇടയിൽ ഇരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഹബീബ് ചോദിച്ച ചോദ്യം നോക്കണം, മല്ലദീ ജാഅ ബികി യാ ബിൻത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മോളെ, എന്റെ മോളെ എന്ന് ചോദിക്കുന്നിടത്താ തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിന്റെ മോളെ എന്തിനാണ് നിങ്ങൾ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഫസ്തഹിയത് വസകതത്, ബീവി ഒന്നും പറഞ്ഞില്ല, വാപ്പയോട് പറഞ്ഞില്ല, നാണിച്ചു. ഒരു കാര്യം ചോദിക്കാൻ ഒരു നാണം, അതും വീട്ടിലേക്ക് ഒരു സൗകര്യം ചോദിക്കുന്നിടത്ത് ബീവി റളിയല്ലാഹു അൻഹ നാണം കാണിച്ചു. ആലിമീങ്ങൾ പറയാ അതൊരു ക്വാളിറ്റിയാണ്. അത് വ്യംഗ്യമായിട്ട് ഇന്നൊക്കെ പച്ചരി ലിസ്റ്റ് ചെയ്ത് കൊടുക്കല്ലേ, കുടിക്കലുണ്ട വാപ്പ, ഫ്രിഡ്ജ് നിങ്ങളെ വകയാട്ടോ, വാഷിംഗ് മെഷീൻ നിങ്ങളെ വകയാണ്, കുക്കിംഗ് റേഞ്ച് നിങ്ങളെ വകയാണ്, AC നിങ്ങളെ വകയാണ്, കട്ടിലും കിടക്കും പറയും വേണ്ട, ഇതൊക്കെ ലിസ്റ്റാണ് കൊടുക്കുക ചെയ്യുക. ഇങ്ങനെ ഒരു ജാള്യതയില്ലാതെ സ്വന്തം വാപ്പയോട് പോലും ചോദിക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവിടെയും കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ദീനല്ലേ പറ്റുള്ളൂ. ഫാത്തിമ ബീവിക്ക് പറയാം, ആ ഉപ്പ ഞാൻ വന്നിരുന്നു ഒരു അടിമയെ കിട്ടാൻ. ബീവി പറഞ്ഞില്ല. ഫസ്തഹയത്, എന്തിനാണ് വന്നിരുന്നത് ആ വിഷയം പറയാൻ ബീവി നാണിച്ചു. വസകതത്, എന്തിനേ മോൾ എന്റെ വീട്ടിൽ വന്നത്, എന്നെ കാണാതെ തിരിച്ചു പോന്നില്ലേ, എന്തിനായിരുന്നു അത് എന്ന് ചോദിച്ചതിന് ഫാത്തിമ റളിയല്ലാഹു അൻഹ മൗനിയായി. ബീവി പറഞ്ഞില്ല. ഒരു വിഷയമല്ലേ ഉള്ളൂ, കയ്യിൽ മുറിവുണ്ട്, അസുഖാണ്, വയ്യ, തളർന്നിട്ടുണ്ട്, ഒരു വേലക്കൊരാളെ കിട്ടുമോ? അത് നബി തങ്ങളുടെ അടുത്ത് ഉണ്ട്, തങ്ങൾക്ക് അവിടെ അടിമകളായ ഗനീമത്ത് വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോഴാ ചോദിക്കാൻ പോയത് തന്നെ. പക്ഷേ മോൾക്കത് ചോദിക്കാൻ മടിയായി. സ്വന്തം വാപ്പയോട് കല്യാണം കഴിഞ്ഞതിന് ശേഷം തന്റെ ഭർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കാലം വാപ്പയോടൊരു ഉപകാരം ചോദിക്കുന്നതിൽ ഒരു ചെറിയ നാണവും ലജ്ജയൊക്കെ ഉണ്ടാകുന്നത് ബീവി കാണിച്ച ഒരു സ്വഭാവശുദ്ധിയാണ്.
അതൊന്നും ഇല്ലാണ്ട് കൂളായിട്ട് ലിസ്റ്റ് കൊടുക്കുക. അത് വാട്സപ്പിൽ അപ്പൊ ഞാൻ വിട്ടിട്ടുണ്ടോ ലിസ്റ്റ്, നിങ്ങൾ വാട്സപ്പ് നോക്കിക്കളേ. അപ്പൊ നോക്കുമ്പോ ലക്ഷങ്ങൾ ബില്ലായിരിക്കും ഇതിലുണ്ടാവുക. ഇതൊക്കെ എവിടുന്നാ മോളെ വാപ്പ വാങ്ങിത്തരിക? അതൊന്നും എനിക്കറിയണ്ട. അത് കൊണ്ടുവരാതിരുന്നാൽ എനിക്കവിടെ മാനക്കേടാണ്. എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങളെ വകയാണ് ഇതൊക്കെ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ കുടുങ്ങിയില്ലേ? അപ്പൊ വാങ്ങിച്ചു കൊടുക്കന്നെ. ഈ വക ഏർപ്പാടുകളിലൂടെയാണ് നമ്മൾ കുടുങ്ങിപ്പോവുക. ഇതിലാണ് നമ്മൾ തളരുന്നത്. ഇതിലാണ് പിന്നെ പലിശക്ക് പൈസ എടുക്കുന്നത്. എന്തിനാണ് ഈ പൊങ്ങച്ചം? കഴിയുന്നവര് ചെയ്തോട്ടെ, കഴിയാത്തവരെന്തിനാ ഇത് ചെയ്യുന്നത്? സന്തോഷത്തോടുകൂടെ നമ്മൾ ആർക്കെങ്കിലും ഒരു സമ്മാനം കൊടുക്കുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ചോദിച്ച് പിടിച്ചു വാങ്ങിയിട്ട് എന്തിനാ ചെയ്യുന്നത്? വാപ്പാക്ക് കഴിയില്ല എന്ന് നമ്മൾക്കറിയില്ലേ? വാപ്പ എന്തിനാ കഷ്ടപ്പെടുത്തുന്നത്? ഭർത്താവിനോട് പറയണ എന്നെ കൊണ്ട് കഴിയില്ല. അതിന് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയോ വേദനിപ്പിക്കുകയോ ചെയ്യരുത്. അപ്പോണ്ട് വീട്ടിലെ കാര്യം വേടി എന്റെ പേർക്കുന്ന എന്താടി കൊണ്ടുവന്നത്? ഓരോരുത്തരെ ചോദ്യം ഉണ്ടാവും. ഇങ്ങനെ കുത്തിങ്ങി ചോദിക്കുക, എന്താ കൊണ്ടുവന്നത്? ഒന്നും കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു വലിയ ചർച്ചയായിട്ട് മാറും. അപ്പോൾ അവള് കുടുങ്ങിപ്പോവാണ്. അള്ളാഹുവെ, ഈ മാമൂലുകളൊക്കെ അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ച് ചെയ്യുന്നതാണെങ്കിൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, അവനവനെ കൊണ്ട് കഴിയുന്നതേ ആരും ചെയ്യേണ്ടതുള്ളൂ. ആരും നിർബന്ധത്തിന് വഴങ്ങിയിട്ടും ഒരു നല്ല കാര്യവും ചെയ്യേണ്ടതില്ല. അത് സ്വമേധയാ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് നിഅമത്തുണ്ടെങ്കിൽ സന്തോഷം കൊണ്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. അല്ലാതെ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യമോ നിർബന്ധിക്കുകയോ ചെയ്യരുത് എന്ന് സാന്ദർഭികമായിട്ട് പറയാം. ഇന്നല്ലാഹ കരിഹ ലക്കും ഖീല വഖാൽ മൻഅൻ വഹാത്തിൻ ഖീല വഖാൽ വകഥറത സുആൽ. നിങ്ങൾ ആവശ്യമില്ലാത്തത് ചോദിച്ചു വാങ്ങരുത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിച്ചു വാങ്ങ, മൻഅൻ വഹാത്ത്, കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുക. ഒരിക്കലും ചോദിക്കാൻ ഒരു അവകാശവുമില്ലാത്തത് ചോദിച്ച് വാങ്ങിക്കുകയും ചെയ്യുക. ഇത് രണ്ടും നിങ്ങൾ ചെയ്യരുതേ. വഖീല വഖാൽ, കുറെ വർത്തമാനങ്ങള്, കുറെ കേട്ടതും ഊഹിച്ചതും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക, ധാരണകൾ വെച്ച് സംസാരിക്കുക. അത് അള്ളാഹുവിന്റെ ഹബീബ് വെറുത്തതാണ്. നിങ്ങളത് ചെയ്യരുത്. അത് ഫിത്നയാണ്. വെറുതെ മനസ്സിലൂടെ തോന്നുന്നത് അങ്ങനെ ആയിരിക്കും, അത് ഇങ്ങനെ ആയിരിക്കും, അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ശരിയാണ് എന്ന് പറഞ്ഞ് മനുഷ്യൻ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത്. ആരാ പറഞ്ഞത് എന്ന അഡ്രസ്സില്ലാത്ത ന്യൂസുകൾ കൊണ്ടു നടക്കരുത്. ഖീല വഖാൽ വകഥറത സുആൽ, നിങ്ങൾ അനാവശ്യമായ ചോദ്യങ്ങൾ വർദ്ധിപ്പിക്കരുത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായിരുന്നാലും ചരിത്രത്തിലേക്ക് തിരിച്ചു വരാം. മഹാനായ അലിയാര് തങ്ങൾ അലി ഇബ്നു അബ്ദ് റളിയല്ലാഹു അൻഹുവിനെ വിവരിച്ചു കൊടുക്കുകയാണ്. പുണ്യ നബി ചോദിച്ചു, മോളെ, മല്ലദീ ജാഅ ബികി യാ ബിൻത റസൂലില്ലാഹ്. നോക്കണേ, യാ ബിൻതി, എന്റെ മോളെ എന്ന് പറയേണ്ടിടത്ത് നബിതങ്ങൾ പറയുന്നത് എന്താ? യാ ബിൻത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മോളെ, എന്തിനാണ് നിങ്ങൾ വന്നത്? ഫസ്തഹയത് വസകതത് ഫഖാല അലിയുൻ, അപ്പോഴാണ് അലിയാർ തങ്ങൾ എഴുന്നേറ്റത്. അന ഉഖ്ബിറുക യാ റസൂലല്ലാഹ്, പുണ്യ നബിയെ ഞാൻ പറയട്ടെ. ഫാത്തിമ ബിവിക്കത് പറയാൻ മടിയാണ്. ഇന്ന ഫാത്തിമ ഖദ് ജറത് ബിർറഹാ, ഫാത്തിമ റളിയല്ലാഹു അൻഹാ ആസുകല്ലുകൊണ്ട്, കൈ കൊണ്ട് അത് ഉരുട്ടുമ്പോ മഹദിയുടെ കൈ ഹത്താ അസ്റത് ഫീ യദിഹാ, കയ്യിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് നബിയേ. കാരണം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലിയാര് തങ്ങളുടെ കൂടെ ജീവിച്ച് മഹദി വഫാത്താകുമ്പോ ബീവിക്ക് 20 വയസ്സായിട്ടുള്ളൂ. ബീവി റളിയല്ലാഹു അൻഹ ഹസൻ ഹുസൈനാര് തങ്ങൾക്കും അവരുടെ പെങ്ങന്മാർക്കും ജന്മം കൊടുത്ത് ഉമ്മു കുൽസൂം എന്ന മോളുണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക്. നമ്മൾ ഹസൻ ഹുസൈൻ തങ്ങളെ മാത്രമേ കേൾക്കുക, വേറെയും പെൺമക്കളുണ്ട്. ആ മക്കളെയൊക്കെ പ്രസവിച്ച് ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് 20 വയസ്സായിട്ടുള്ളൂ. അപ്പൊ എത്ര ചെറുപ്പത്തിലാണ് ഈ കൈകൾക്ക് ഈ മുറിവുകളൊക്കെ ആയത് എന്ന് ആലോചിച്ച് നോക്കി. حتى أثرت في يدها وكنست البيت حتى غبرت ثيابها. നബിയേ, അവര് നിങ്ങളുടെ മോള്, അങ്ങയുടെ മോള്, എന്റെ ഭാര്യ ഫാത്തിമ ബീവി പുരടിച്ചു വാരിയിട്ടതിന് മണ്ണും പൊടിയുമായിട്ട് അന്ന് വസ്ത്രം അലക്കാൻ കഴിയില്ല, പ്രയാസമാണ്. വെള്ളം ദൗർലഭ്യമുള്ള കാലമാണ്. വസ്ത്രം പോലും അലക്കിയാൽ കേടുവരുന്ന കാലം. നബിയെ, വസ്ത്രങ്ങളില്ല, ഉള്ളത് പൊടി പിടിച്ച് കിടക്കുകയാണ്. വഹമലത്തിൽ ഖിർബ, വെള്ളം കൊണ്ടുവരുന്ന തോലിന്റെ പാത്രങ്ങൾ ചുമലിൽ വെച്ചിട്ട് അവരുടെ കഴുത്തിൽ മുഴുവൻ മുറിവുകളാണ് നബിയെ. വഔഖദത് അലൽ ഖിദ്രി, പാത്രങ്ങൾ വെച്ച് ഭക്ഷണം പാകം ചെയ്യുന്നു, അതിന്റെ പേരിൽ വസ്ത്രങ്ങൾ പോലും ഉരുമ്പിയിട്ടുണ്ട്.
ഇന്നി സമിഅ്തു അന്ന ഖുദ്ദാമൻ ഔ അഅ്ബുദൻ ജാഊക. നബിയേ, അങ്ങേക്ക് അടിമകളുണ്ട്, അവിടെ വന്നിട്ടുണ്ട്, ഗനീമത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അതിന്റെ പേരിലാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നത്. ഞങ്ങൾക്ക് വേണം എന്നതിനെ കൂടെ അത് പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെയാ നബിയെ, അങ്ങേക്ക് അടിമകളുണ്ടല്ലോ അങ്ങയുടെ അടുത്ത് വന്നത്, അത്രേ പറഞ്ഞു. അതിലൊന്ന് തരുമോ എന്ന് പറഞ്ഞില്ല. അങ്ങ് എക്സ്പ്ലിസിറ്റ്ലി ചോദിച്ചില്ല, അതങ്ങ് പരസ്യമായിട്ട് വ്യക്തമായി അങ്ങ് ചോദിച്ചില്ല. അതൊക്കെ ഒരു മര്യാദയാണ്. ഇന്ന് ഉളുപ്പില്ലാണ്ട് ചോദിക്കാന്നൊക്കെ പറയില്ലേ, ആ ഉളുപ്പില്ലായ്മ വലിയൊരു വിഷയമാണ്. അങ്ങനെ ആവരുത്, ആണും പെണ്ണും ഭാര്യയും ഭർത്താവും. ഫഖാല റസൂലുള്ളാഹ്, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് പഠിക്കാനും അനുവർത്തിക്കാനും പാഠമാകുന്ന ഒരു അറിവ് ആ സമയത്താണ് പുണ്യനബി പറഞ്ഞു കൊടുക്കുന്നത്. മോളെ ഫാത്തിമ, മോനെ അലിയാരെ, അലാ അദുല്ലുകുമാ മാ ഹുവ ഖൈറുൽ ലകുമാ മിൻ ഖാദിം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വേലക്കാരനോ വേലക്കാരിയോ അവരെക്കാളൊക്കെ ഏറ്റവും നിങ്ങൾക്ക് പുണ്യമായത് നിങ്ങൾ രണ്ടുപേർക്കും വാപ്പയായ ഞാൻ പറഞ്ഞു തരട്ടെയോ? അത് വേണ്ട. നോക്കണേ, പിന്നെ ജോലിയൊക്കെ ഫാത്തിമ തന്നെ ചെയ്തു മോളെ. ഒരുപാട് ഹിക്മത്തുണ്ടാവും അതിന്. വീട്ടിലൊരു വേലക്കാരി വരുന്നതോടുകൂടെ ഉണ്ടാകുന്ന ഫിത്നകൾ അവോയ്ഡ് ചെയ്യലാകാം. വീട്ടിലെ മക്കൾക്ക് ഒരു വേലക്കാരിയുടെ സംസ്കാരമോ സ്വഭാവമോ മക്കൾ കണ്ടുപഠിക്കുന്നത് ഇല്ലാതിരിക്കാനാവാം. നല്ലതും ചീത്തയൊക്കെ അവരുടെ അടുത്തുണ്ടാവും. ചിലപ്പോ മറ്റു പല തിന്മകളിലേക്കും വഴിമാറിപ്പോകുന്നതിനെ തടയിടാനാവാം. അറിയില്ല. തങ്ങൾ പറഞ്ഞു, മക്കളെ നിങ്ങൾക്കതിലും ഖൈറ് ഞാൻ പറഞ്ഞു തരാം. എന്താ? ഇദാ അവൈതുമാ ഇലാ മദാജിഇകുമാ. മോളെ ഫാത്തിമ, മോനെ അലിയെ, നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഫസബ്ബിഹാ 33 തവണ സുബ്ഹാനല്ലാഹ് എന്ന് നിങ്ങൾക്ക് ചൊല്ലണം. നിങ്ങൾ ചൊല്ലണം 33 തവണ സുബ്ഹാനല്ലാഹ് 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 33. വഹ്മിദാ 33 33 അൽഹംദുലില്ലാഹ് ചൊല്ലണമേ. വകബ്ബിറാ 34 34 അല്ലാഹു അക്ബർ. മറ്റേത് 33 സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് 33. നിസ്കാരം കഴിഞ്ഞ് ചൊല്ലൂലേ? സെയിം അതേ ദിക്ർ. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33. നിസ്കാരം കഴിഞ്ഞ അല്ലാഹു അക്ബർ 33 ആണ്. ഉറങ്ങുമ്പോ അല്ലാഹു അക്ബർ 34. ഇത് നിങ്ങൾ ചൊല്ലിയാൽ മതി. ഫഇന്നഹു ഖൈറുൽ ലക്കും മിൻ ഖാദിമിൻ. ഇത് നിങ്ങൾക്ക് ഒരു ഖാദിമിനെ ലഭിക്കുന്നതിനേക്കാളും ഖൈറാൻ. ഈ ദിക്റിനെ സംബന്ധിച്ച് ആലിമീങ്ങൾ പറയാ, ഇന്ന ഹാദിഹിൽ അദ്കാർ ഖദ് ജുർബത് ലിമൻ ഹാഫള അലൈഹാ ഇൻദ النوم അന്നഹു യജിദു മിനൽ ഖുവ്വതി വൽ ഖുദ്റ അലാ മുആനാത്തിൽ അഅമാൽ മാ യജിദു ഗൈറുഹു. ക്ഷീണിച്ച് കിടക്കുന്ന ഒരാൾ, തളർന്നു കിടക്കുന്ന ഒരാൾ ഈ ദിക്ർ ചൊല്ലുകയും പരീക്ഷിക്കുകയും ചെയ്തപ്പോഴേ അത് പരീക്ഷിക്കപ്പെട്ട ഒരു ദിക്റാണ്. എത്രയോ ക്ഷീണമുള്ള ആള് ഈ ദിക്ർ ചൊല്ലി കിടന്നുറങ്ങുകയാണെങ്കിൽ ആ ദിക്ർ ചൊല്ലിയതിന്റെ പേരിൽ ക്ഷീണം അകന്നു പോകുന്നത്, ക്ഷീണം മാറിപ്പോകുന്നത് അനുഭവമാണ്. ഒരു വേലക്കാരിയോ വേലക്കാരനോ സേവനത്തിനുണ്ടായി നമ്മൾ ആശ്വസിക്കുന്ന പോലെ ജോലി ചെയ്തിട്ട് ഈ ദിക്ർ ചൊല്ലി കിടക്കുകയാണെങ്കിൽ ജോലി കാരണമുള്ള ക്ഷീണം ഒഴിവാകുമെന്ന് പരീക്ഷിക്കപ്പെട്ടതാണ്, അനുഭവമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ. അതുകൊണ്ട് നമുക്കത് പരിശോധിച്ചത്. ഇത് ചൊല്ലുന്നവരുണ്ടാകും, അത് സ്ഥിരം ചൊല്ലിക്കൊണ്ടിരിക്കുക. 33. അപ്പൊ കൈ കൊണ്ടങ്ങ് എണ്ണിയാൽ മതി. കയ്യിൽ ഒരു വിരലിൽ 3, അങ്ങനെ 5 വിരലിലാവുമ്പോ 3 15. അപ്പൊ 2 തവണ 30 പിന്നെ ഒരു വിരലും കൂടെ കൂട്ടിയാൽ 33. 34 ഒന്നുകൂടെ കൂട്ടുക. അല്ലാഹു അക്ബർ 34. ഇതിങ്ങനെ ചൊല്ലിയാൽ ഉറക്കം വരാതിരുന്നാൽ ഉറക്കം വരാനുള്ള ഏറ്റവും നല്ല ട്രീറ്റ്മെന്റും ഈ ദിക്റാണ്. ചില ഉറക്കം വരുന്നില്ല, ഒരു 3 തവണ ഈ റൗണ്ട് അങ്ങ് ചൊല്ലിയാൽ 33 സുബ്ഹാനല്ലാഹ് 33 അല്ലാഹു അക്ബർ 33 അൽഹംദുലില്ലാഹ് 34 അല്ലാഹു അക്ബർ ഒരിക്കൽ ചെല്ലുക. അപ്പൊ ഉറങ്ങിപ്പോകും. ചിലപ്പോൾ അതിന് ഇടക്കനെ ഉറങ്ങിപ്പോകും. ഇല്ലേ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ഉറങ്ങിയിരിക്കും. അത് മുജറബാണ്. ആലിമീങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യമാണത്. വേറെ ഉറക്കിന്റെ ഗുളികയൊന്നും കുടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്.
അള്ളാഹുവിന്റെ സ്മരണയിലായിട്ട്. ആ എണ്ണം പഴക്കരുത് കേട്ടോ. 33 തന്നെ, 34 34. എന്താ 35 ആയിക്കോട്ടെ, 2 ഞാൻ ഏറെ ചൊല്ലിക്കോട്ടെ, അങ്ങനെ കൂട്ടരുത്. എന്തെന്നറിയോ, ഈ ഡോറിന്റെ ചാവിയുടെ പല്ല് പോലെ ഒരു പല്ല് ഏറെ ആ വാതിൽ തുറക്കൂല. അതിന് കൃത്യമായ എണ്ണം കൊടുക്കുന്നത് അത് ശരീഅത്തിന്റെ ഒരു സിറാണ്, ഒരു രഹസ്യമാണ്. അപ്പൊ നിന്റെ വക 4 പല്ല് ഏറെ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് ചാവി മാറ്റിയ തുറന്നാ കിട്ടൂല, അത്രേ ഉള്ളൂ. ചാവിയൊക്കെ നല്ല ചാവിയായിരിക്കും. എന്ന പോലെ ഈ 33 തന്നെ, 33 34 ഇത് ചൊല്ലിയാൽ ക്ഷീണം ഉണ്ടാവില്ല. ജോലിക്ക് പോകുന്നവരുണ്ട്, വീട്ടിൽ ജോലി ചെയ്യുന്ന ഉമ്മമാരുണ്ട്, അധ്വാനിക്കാൻ പോകുന്ന ഉപ്പമാരോട് ഇരിക്കുന്നുണ്ട്. നമ്മളൊക്കെ ആ ഒരു ദിക്ർ പതിവാക്കി പോരുക. ഉറങ്ങുന്ന സമയത്ത് നല്ല അസറുണ്ടാവും. എന്നല്ല നമുക്ക് ഉറങ്ങി വിശ്രമിക്കാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല. കിട്ടുന്ന സമയം ഈ ദിക്ർ ചൊല്ലിക്കിടക്കുക. അതുകൊണ്ട് വലിയ ആശ്വാസമുണ്ടാകും. പുണ്യനബി മോൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. എന്തിന്? ഞങ്ങളിത് എന്നും ചൊല്ലുമായിരുന്നു. فوالله ما تركتهن منذ سمعتهن من رسول الله صلى الله عليه وسلم. പുണ്യനബി തങ്ങൾ എനിക്കും ഫാത്തിമ ബീവിക്കും ഈ ദിക്ർ പഠിപ്പിച്ചു തന്നതിന് ശേഷം ഞാനും ഫാത്തിമ ബീവിയും ഇത് മറന്നുപോയിട്ടില്ല. അപ്പൊ ആളുകൾ ചോദിച്ചു, വലാ ലൈലത സുഫീൻ, സുഫീൻ യുദ്ധം നടക്കുന്ന അന്ന് രാത്രിയും നിങ്ങൾ ഓതിയിരുന്നോ? വലാ ലൈലത സുഫീൻ, സുഫീൻ യുദ്ധം നടക്കുന്ന അന്നും ഞാനിത് മറന്നിട്ടില്ല എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മരണം വരെ പിന്നെ കൊണ്ടുപോയിന്നാ. പാപ്പയോട്, പാപ്പാക്ക് സൗകര്യം ഉണ്ടായിട്ട് ഒരു ഖാദിമിനെ തരുമോ എന്ന് ചോദിച്ചപ്പോ പുണ്യനബി, മോളെ അത് മോൾക്ക് വേണ്ട, അത് മുസ്ലിമീങ്ങളിലെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി നബി തങ്ങൾ നിയ്യത്ത് ചെയ്തതാ, അത് വീട്ടുകാർക്ക് വേണ്ട. അതിന്റെ മറ്റൊരു പൊരുൾ അതായിരുന്നു. എന്നിട്ട് അതിലും ഖൈർ നബി തങ്ങൾ ടാസ്ക് ഏറെ കൊടുക്കുക ചെയ്തത്. ഈ ജോലിക്ക് ചെയ്യുന്നുണ്ട് നബിയെ, അതുകൊണ്ട് ഒരു ഖാദിമിനെ, അതുകൊണ്ടൊരു സെർവന്റിനെ എന്ന് ചോദിച്ചപ്പോ കിടന്നുറങ്ങുമ്പോ ദിക്റൊന്ന് കൂട്ടിക്കൊടുത്തു. ഉറങ്ങുമ്പോ ഇതുകൂടെ അങ്ങ് ചെയ്ത് ഉറങ്ങിക്കോളൂ, നിങ്ങൾക്കതാണ് നല്ലത്. പക്ഷെ അത് ഖൈറായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലിയാർ തങ്ങളും അതിന്റെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ രാത്രിയിൽ നമ്മൾ ഓർക്ക് മുമ്പ് കേട്ടതായിരിക്കും, അറിയുന്ന അറിവായിരിക്കും. എന്നാലും ഒന്നുകൂടെ പൊടി തട്ടിയെടുക്കുക, മക്കൾക്ക് ചൊല്ലിക്കൊടുക്കുക. മക്കളോടൊക്കെ ചൊല്ലാൻ പറയാം, അവർക്കൊക്കെ അറിയുമല്ലോ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ. പിന്നെ അതിന്റെ കൂടെ ബിസ്മിക റബ്ബി വദഅതു ജംബിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആദ്യം ചൊല്ലുക. ആയത്തുൽ കുർസി ഓതുക, ആമന റസൂൽ ഓതുക, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതുക, സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം, തൗബയുടെ അവസാന ഭാഗം, അങ്ങനെ ഓതാൻ പറ്റുന്നതൊക്കെ ഓതുക. എന്നിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഓരോന്നും 3 തവണ. നമ്മളിതൊക്കെ ഓതാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് ഓതി തുടങ്ങുമ്പോൾ തന്നെ ഉറങ്ങിപ്പോയാൽ ഈ നിയ്യത്ത് ചെയ്ത ഓത്ത് നമ്മൾ ഉണരുന്നവരെ ഓതിയ കൂലി കിട്ടുന്നതാണ്. 33 നിയ്യത്ത് ചെയ്ത് 10 ആയപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ട് ആള്. എന്നാൽ നേരം വെളുക്കുന്നവരെ സുബ്ഹാനല്ലാഹ് ചൊല്ലിയ കൂലി അല്ലാഹു തരും. നേരം വെളുക്കുന്നവരെ അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ചൊല്ലിയ കൂലി മാഷാ അല്ലാഹ്. അറിയാതെ കിട്ടുന്ന അമലല്ലേ. ദാലിക റിസ്ഖുൻ സഖഹുല്ലാഹ്. അതുകൊണ്ട് മറക്കാതിരിക്കുക, നമ്മുടെ വീട്ടുകാരെയൊക്കെ ഓർമ്മിപ്പിക്കുകയും ചെയ്യാം.